എല്ലാവരും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഈ മാസത്തെ ഒരു ബമ്പർ സാധനമുണ്ട്, ലാലേട്ടൻ്റെ ബെറോസ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം. അദ്ദേഹം അതിനകത്ത് പാടിയിരിക്കുന്നു, അഭിനയിച്ചിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ മലയാളത്തിൽ നിന്ന് രണ്ടുപേരെ കണ്ട് അഭിനയിച്ചിട്ടുള്ളൂ. അത് ഒരാൾ ആരാണെന്ന് യാതൊരു പിടിയില്ല. കാരണം നേരത്തെ ഇത് പൃഥ്വിരാജായിരുന്നു അവതരിപ്പിച്ചത്. ഈ കോവിഡും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജിൻ്റെ ഡേറ്റുമായിട്ടുള്ള പ്രശ്നം കൊണ്ട് പൃഥ്വിരാജ് പിന്മാറി. അതിന് പകരം വേറെ ഒരാൾ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പ്രണവാണ് എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഏതായാലും ലാലേട്ടൻ ഇതിനകത്ത് നായികാകഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ലാലേട്ടൻ തന്നെ സംവിധാനം ചെയ്യുന്ന ചിത്രം. അപ്പം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ലാലേട്ടൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഒന്നും കാണാതെ ലാലേട്ടൻ ഒരു പടത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമോ? സംശയമാണ്. അതുമല്ല, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മലയാള സിനിമയിലെ നടൻ, പല സംവിധായകന്മാരോടും പ്രവർത്തിച്ച ഒരു നടൻ, അതിന് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് മൊത്തം പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ഈ ബെറോസ് എന്ന് പറയുന്ന ചിത്രം. അതാണ് നമ്മളുടെ കാത്തിരിപ്പിൻ്റെ ഒരു ലഹരി എന്ന് പറയുന്നത്. 25-ന് തിയേറ്ററിൽ പോയി ഈ ചിത്രം കാണുമ്പോൾ ലാലേട്ടൻ എന്താണ് നമുക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്ന മാജിക് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം ലാലേട്ടനെ സംബന്ധിച്ച് ഈ പടത്തിനകത്തെ ഓരോ കാര്യങ്ങളും, ബെറോസിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും അത് ഭയങ്കര വാർത്താ പ്രാധാന്യം നേടാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരോട്, ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോട് മാധ്യമങ്ങൾ കണ്ടാലും ഒരു കാര്യമാണ് ചോദിക്കുന്നത്, ബെറോസിനെ പറ്റി. അപ്പോൾ ആ ബെറോസിനെ പറ്റി കേട്ട് കഴിയുമ്പം ടി.കെ. രാജീവ്കുമാർ ഈയിടെ ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഒരു ചോദ്യമായിട്ട് ചോദിച്ചത് ബെറോസിനെ പറ്റിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അത് നമുക്ക് പ്രതീക്ഷകൾ വീണ്ടും കൂട്ടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം. നല്ലൊരു ചിൽഡ്രൻ ഫ്രണ്ട്ലി സിനിമയാണ്. കാര്യം ഇന്നത്തെ കാലത്ത് സിനിമകളുടെ എല്ലാം നേച്ചർ അങ്ങനെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ട് അതിന് റെലവൻസ് ഉണ്ട്. പിന്നെ 46 കൊല്ലം സിനിമയിൽ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന മോഹൻലാൽ, അദ്ദേഹം ഒരു സൊസൈറ്റിയോട് തിരിച്ച് ചെയ്യുന്നൊരു കോൺട്രിബ്യൂഷനായിട്ടാണ് ഞാൻ ആ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ടി.കെ. രാജീവ് കുമാറിനെ എല്ലാവർക്കും പരിചയമുള്ളൊരു സംവിധായകനാണ്. മലയാള സിനിമയിലെ മികച്ച സംവിധായകരുടെ കൂട്ടത്തിൽ ഒരാളാണ്. ഈ ബെറോസുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു ഇതൊരു വേറെ ലെവൽ സാധനമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലെവൽ ഏതാണെന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷകൾ ഇങ്ങനെ വാനോളം ഉയരുകയാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാൽ എന്ന് പറയുന്ന നടനെ പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ എല്ലാ ചിത്രങ്ങളും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ലാലേട്ടനോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ഈ പ്രശ്നം. പലപ്പോഴും കഥ മൂലം പരാജയപ്പെടുന്ന ഒത്തിരി ചിത്രങ്ങളുണ്ട്. അപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല ഈ ലാലേട്ടൻ അഭിനയം മോശമായതുകൊണ്ട് ആ ചിത്രം പരാജയപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് കൊടുക്കുന്ന റോള് അദ്ദേഹം അതിമനോഹരമായി ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ്. അദ്ദേഹം പരാജയപ്പെട്ട ചിത്രങ്ങൾ എടുത്താലും എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പം ഇതിനെ എതിർക്കുന്നൊരു കാണും. ഞാനെപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ ലാലേട്ടൻ മലയാള സിനിമയിലെ തന്നെ കിരീടം വയ്ക്കാത്ത രാജാവാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ലാലേട്ടനോട് എനിക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പം ഇതിന് എതിർപ്പുള്ളവർ കാണാം. മറ്റു നടന്മാരെ ഇഷ്ടപ്പെടുന്നവരൊക്കെ അതല്ല മോഹൻലാലല്ല വേറെ നടനാണ് എന്ന് പറഞ്ഞത് എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. കാരണം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടൻ പുള്ളിയാണ് മലയാള സിനിമയിലെ മഹാനടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് എതിർപ്പൊന്നുമില്ല. പക്ഷേ എൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്കാലേണ്ട കാര്യമൊന്നുമില്ല. ഏവനും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ സംവിധാനം ചെയ്യുന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആശീർവാദ് നിർമ്മിക്കുന്നു. അദ്ദേഹം തന്നെ നായകനാകുന്നു. അദ്ദേഹം തന്നെ ഈ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അതിമനോഹരമായ ഗാനം. അദ്ദേഹത്തിൻ്റെ പല ഗാനങ്ങളും, അദ്ദേഹം ഒരു വലിയ ഗായകനൊന്നുമല്ല, പക്ഷേ മലയാള സിനിമയിലെ സംഗീത രംഗങ്ങൾ ഇത്ര മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം, പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതമൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കഴിവ്, സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഴിവുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം പല ചിത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം പാടും. അതുകൊണ്ടാകാം ആ പാട്ടുകളെല്ലാം വൻ ഹിറ്റായി മാറുകയും ചെയ്തു. ഈ പടത്തിനകത്തും ഇസബെല്ല എന്ന് പറയുന്ന ഒരു ഗാനം അദ്ദേഹം അതിമനോഹരമായി പാടിയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞില്ലേ, പ്രൊഫഷണൽ ഗായകന്മാർ പാടുന്ന രീതിയിലാണോ അദ്ദേഹം പാടിയേക്കുന്നത് എന്ന് ചോദിക്കാം. അദ്ദേഹത്തിനേക്കാൾ മനോഹരമായി പലർക്കും പാടാൻ പറ്റുമായിരിക്കാം. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആവുന്ന രീതിയിൽ അത് മനോഹരമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഒരു വൻ ഹിറ്റിലേക്ക്, ആ പാട്ടൊരു വൻ ഹിറ്റിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം ഇതൊക്കെ നമ്മുടെ പ്രതീക്ഷ കൂട്ടുകയാണ്. അനീഷ് ഉപാഫന ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ബറോഫുമായിട്ട് ബന്ധപ്പെട്ട് ആര് പങ്കെടുത്താലും അവരോടെല്ലാം ഒരു ചോദ്യം ചോദിക്കും ബറോഫിനെ പറ്റി. അത് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. സാറിൻ്റെ ബ്രാൻഡിൽ, മോഹൻലാൽ എന്നുള്ള ബ്രാൻഡിൽ ആൾക്കാർ ഈ കഥയെ അല്ലെങ്കിൽ ഈ സിനിമയെ സ്വീകരിക്കാൻ തയ്യാറാവും. അല്ല, എന്താണ് ബറോസ് എന്ന് പറയാനുള്ള റൈറ്റ്സ് അതിൻ്റെ സംവിധായകർ മാത്രമേ ഉള്ളൂ. ഞാനതിൽ വർക്ക് ചെയ്ത ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഇതൊരു യൂണിവേഴ്സൽ സ്റ്റോറിയാണ്. അത് ഇപ്പം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ഫോർമാറ്റ്. അതാണ് ഞാൻ പറഞ്ഞു, ഈ കഥ പറയാൻ മോഹൻലാലിന് മാത്രമേ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും അറിയാം, ലാൽ സാറിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എല്ലാവരും കാണാറുണ്ട്. ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് സംസാരിക്കുക. അതുപോലെ സ്മൂത്ത് ആയിട്ടായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത്. ഭയങ്കര പീസ്ഫുള്ളായിട്ട്, ഭയങ്കര ടെൻഷൻ തരുന്ന സിനിമ അങ്ങനെയൊന്നല്ല. അത് പക്ക എൻ്റർടൈൻമെൻറ്റ് മൂവി. ബറോസ് റിലീസാവുന്നുള്ള അനാവശ്യമായി ടെൻഷൻ എടുത്ത് നടക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മക്കളെ, ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ വാനോളം ഉയരുക ബറോഫിനെ പറ്റി. ഇതിനൊരു എന്താ പറയുന്നത്, ഈ ബറോഫിൻ്റെ വിജയപരാജയം നിശ്ചയിക്കുന്നത് എനിക്ക് തോന്നുന്നു ഡിസംബർ 25 എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ പറയട്ടെ, ഇത് എൻ്റെ ഒരു പ്രതീക്ഷയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ ഒന്നും കാണാതെ ഒരു ചിത്രത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം അതിനകത്ത് എല്ലാവിധ മാജിക്കുകളും ഒരുക്കി വെച്ച് കാണും. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയായിരിക്കും ഒരു ചിത്രം. ആ കഥയുടെ പാറ്റേൺ കേട്ട് കഴിഞ്ഞപ്പം കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ചിത്രമായിട്ട്, മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലുള്ളൊരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനകത്ത് 3D മാജിക്കും കൂടെ വന്നു കഴിയുമ്പോൾ ഒരു വിസ്മയമായി മാറും എന്ന് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ട്രെയിലർ നമ്മളെ അതിശയിപ്പിച്ച് കഴിഞ്ഞല്ലേ. ഒരു വല്ലാത്ത ഒരു പിക്ചർ ക്വാളിറ്റിയൊക്കെ അതിഭീകരമായ സാധനമായിരുന്നു അത്. അപ്പം ലാലേട്ടൻ കുട്ടികൾക്ക് വേണ്ടി ഒരു ചിത്രം ഒരുക്കി വെച്ചിരിക്കുമ്പോൾ കുട്ടികൾ മാത്രമല്ല ഒരു ചിത്രം കാണാൻ പോകുന്നത്. അവരിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കൾ, ഫാമിലി ആയിരിക്കും ഈ ചിത്രം കാണാൻ പോകുന്നത്. അപ്പം കളക്ഷന് വൻ വർധനമായിരിക്കും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് 25 എന്നൊക്കെ പറഞ്ഞ അവധി ദിനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അപ്പം കുട്ടികൾ നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രം വൻ ഹിറ്റിലേക്ക് മാറും. കാരണം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ കളക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയാണ് പിന്നെ ഞാൻ കാണുന്നത്. അത് ലോകമെമ്പാടും ഉള്ള ആൾക്കാർക്കെല്ലാം കണ്ട് രസിക്കാൻ പറ്റുന്നൊരു പാറ്റേണിലുള്ള ചിത്രമാണ് ബറോഫ് എന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം പറയുന്നു. ഇനിയും നാളെ ഇത് കണ്ടതിന് ശേഷം ഇയാളെന്തോ പറഞ്ഞത്, ഇത് അതിനകത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞ് നമുക്ക് അഭിപ്രായം പറയാം. ഈ വലിയ ഹൈപ്പിൽ നിൽക്കുന്ന പല ചിത്രങ്ങളും നമ്മുടെ പ്രതീക്ഷിച്ച ഈ കാണുന്ന ആരാധകരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാതെ പോകുന്ന ഒരു പാറ്റേണാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയില്ലാതെ ഈ ചിത്രം നമുക്ക് പോയി കാണാം. ബറോഫ് വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കാത്തവരും പലരും കാണുമായിരിക്കില്ലേ, ഇത് വൻ വിജയമാകരുത് എന്ന് ആഗ്രഹിക്കാത്തവരും പലരും കാണും. കാരണം പല കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പൊട്ടപ്പടമാണ്, ഇത് വിജയിക്കാതെ പോട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കങ്ങനെ ആഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം മലയാള സിനിമയിൽ ഇറങ്ങുന്ന എല്ലാ ചിത്രങ്ങളും വൻ വിജയമായി മാറട്ടെ എന്ന് തന്നെയാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. ബറോഫ് ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാനുള്ളൊരു കാരണം ലാലേട്ടനുള്ള ആ സ്നേഹം തന്നെയാണ്. അപ്പം ലാലേട്ടൻ്റെ സംവിധാനത്തിലെ ഈ ചിത്രം വൻ വിജയമായി മാറിയാൽ ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തിൻ്റെ കഴിവൊന്നും പ്രത്യേകിച്ച് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ തന്നെ അഭിനയിച്ച് പല റോളുകളും കൈകാര്യം ചെയ്ത വ്യക്തികളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ. അവരൊന്നും ഇനി കഴിവുകൾ തെളിയിക്കേണ്ട. പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പുതിയൊരു പ്രവർത്തന മണ്ഡലമാണ് ഈ സംവിധാനം എന്ന് പറയുന്നത്. അതിലേയും കൂടെ വിജയിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ മറ്റു നടന്മാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹത്തിന് വാഴ്ത്തപ്പെടും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പം ഇതിനെല്ലാം ഉത്തരം കിട്ടുന്നത് എന്നാണ് ഡിസംബർ 25.
അന്ന് വീണ്ടും നമുക്ക് കാണാം. അതിനു മുമ്പ് വേറെ ഏതെങ്കിലും ബറഫുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എത്താം. അപ്പം അതുവരെ എല്ലാവർക്കും ഓക്കെ, ബായ്.